അപ്പം ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു NK Gamer MC. അപ്പോൾ നമ്മൾ പിന്നെയും എത്തിയിരിക്കുന്നു. ആദ്യം നമ്മൾ പോയിട്ട് വെള്ളത്തിൽ കിടക്കട്ടെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചത്തു. ഓംബോ സിക്ക്, ഇത് നല്ല സുഖമായി കത്തി. വെള്ളം കുടിക്കണം, അടുത്ത് ഇതെടുത്ത് ഇപ്പോഴത്തെ ആൾക്കാരും കുടിക്കണം. സ്ട്രെങ്ത് എടുത്ത് കുടിക്കാൻ പറ്റില്ല. സ്ട്രെങ്ത് എടുത്ത് കുടിച്ച പണിയിട്ട് എനിക്ക് സ്ട്രെങ്ത് എടുത്ത് കുടിച്ച ലാസ്റ്റ് പിന്നെ ആവശ്യമുള്ള സമയത്ത് എനിക്ക് സ്ട്രെങ്ത് കിട്ടൂല. അതുകൊണ്ട് സ്ട്രെങ്ത് എടുത്ത് കുടിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. നമുക്ക് അവനെ അങ്ങ് പോയി തട്ടാം. സംഭവം അവനെ കാണാനില്ലല്ലോ. അവനെ ഞാൻ ഇപ്പൊ കണ്ടതാ. കാണാനില്ല ഗൈസ് അവനെ. ഞാനെന്ന് ഓഡിയോ കുറയ്ക്കട്ടെ. ഓഡിയോ ഞാനിപ്പോൾ കൂട്ടിയത് വല്ലാത്ത ഓഡിയോ. ഇനിയും ഒന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. കാരണം വോയിസ് ഓവർ വരുമ്പോൾ നല്ല രീതിക്ക് ഇതാവും. 50 തന്നെ ആക്കാം. ഇപ്പം പിന്നെയും പ്രശ്നമില്ലാന്ന് തോന്നുന്നു. നമുക്ക് ഇങ്ങോട്ടേക്കൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെയാ ഉള്ളതെന്ന്. ചിലപ്പം വല്ല നല്ലത് കിട്ടും. സാധനം എന്തോ എന്തൊക്കെയാണോ എന്തോ. ഇതിനൊന്നും ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ട് തന്നെ ഇല്ല. ഞാനാദ്യമായിട്ട് ഇതിനൊക്കെ ഇതിൽ കാണുന്ന. ആർക്കറിയാം, എനക്കറിഞ്ഞു. ഇപ്പൊ ചാലെന്തേ വന്നേക്കുന്നു. നമുക്കെന്തായാലും ഇനി ഇങ്ങോട്ടേക്ക് പോയിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പം എന്തായാലും ആർമർ ഫുള്ള് സെറ്റായിരിക്കും. അപ്പം ഇനി ആർമറിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ട്രാവലിങ് തന്നെ. അപ്പം ട്രാവൽ ചെയ്ത് നമുക്ക് എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കണം. എന്തോ പറയാൻ വന്നു, അത് വിട്ടുപോയി. ഇത് ഞാൻ ആക്ച്വലി എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തോ ജീവി, മാൻകുഞ്ഞ്. ചമ്മ കുഴി. ഇതിനൊക്കെ സുഖമായത്. നമുക്ക് അടികൂടാൻ വന്നല്ലോ ഒരാള്. വാടാ ധൈര്യം ഉണ്ടെങ്കിൽ. അമ്മേ, ഇവനെന്ത് പവർഫുള്ളാ. നമ്മുടെ ഡയമണ്ട് എടുക്കടാ. വാ ഒരുത്താൻ കഴിഞ്ഞു. നീ വാടാ ധൈര്യമായിട്ടൊക്കെ. അടിച്ച് നിന്റെ കോന്നിന്റെ അമ്മൂനെ നാ കൊല്ലും. വാടാ കൊല്ലു. അല്ല പിന്നെ നമ്മളോടാ കളി. എന്താ കിട്ടിയ? എന്തൊക്കെയോ കിട്ടിയേക്കുന്നു. നോട്ടെ, ഞാൻ ചെക്ക് ചെയ്യട്ടോ. സ്റ്റോണ്, ഇത് പവർ സെല്ല്. നമുക്ക് എന്തായാലും ഉറങ്ങാം. നമുക്ക് ഇന്നെന്തെങ്കിലും നല്ല വലിയ എന്തെങ്കിലും ചെയ്യണം. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നൈറ്റ് ഇത് വലിയതായിട്ട് കിട്ടിയില്ല. അവിടെ എന്തോ ഉണ്ടല്ലേ. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നല്ല മക്കളെ, ഇതെന്താ? റെൻഡർ കൂട്ടാ ബെറ്റർ. അല്ല, റെൻഡർ വേണ്ട. നമുക്ക് എന്തായാലും ഫസ്റ്റ് അങ്ങോട്ടേക്ക് പോകുന്ന മുമ്പേ ബാഗ് സെറ്റാക്കണം, ഫുഡ് സെറ്റാക്കണം. ഫുഡ് പാണ്ടിട്ടുള്ളൂ. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നെടുത്ത ഫുഡ്. അത് ഒന്നും തോന്നരുത്, വേറെ വഴിയില്ല. ഇത്രേ ഉള്ളൂ പറയാം, വേറെ വഴിയില്ല.
കാരണം ക്രിയേറ്റീവ് ഞാൻ എത്തിക്കില്ലെങ്കിൽ പിന്നെ നല്ല സമയമായിരിക്കും എടുക്കും, ലാഗ് പിടിച്ച് അത് പിന്നെ ഇരുന്ന് കണ്ട് നിങ്ങൾക്ക് കലി വരും, കാണാണ്ട് ഇറങ്ങിപ്പോവും, അങ്ങനത്തെ ഒക്കെ സംഭവം നടക്കും. അതിലും നല്ലത് ഞാൻ ക്രിയേറ്റീവ് നിർത്തിയിട്ട് ഇതാക്കുന്നത്. വെറുതെ എന്തിനാ ഇതൊന്നും ആവശ്യമില്ലാത്ത സാധനം അല്ല മോനെ. എന്താ ആക്ച്വലി പ്രശ്നം മോനെ? നിനക്ക് അടിയല്ല വേണ്ട എന്നാ അതാ അടിക്കണ്ടോ? വാ, ഭയങ്കര പ്രോ അല്ലേ, ഭയങ്കര പ്രോ അല്ലേ? എന്നാ എടാ ആകെ അടി കൊള്ളാൻ ഒറ്റ കൊള്ളലേ ഉള്ളൂ വേണ്ട, എന്നിട്ട് അടിക്കാൻ കിടക്കുന്നേ അല്ല. ഇവനൊക്കെ എവിടുന്ന് വന്നേ? അല്ല മോനെ, നിനക്കെന്താ അടുത്ത പ്രശ്നം? ഇനി ഇവിടെ ജീവിക്കാൻ വിടൂല എന്ന് എന്തായാലും ഉറപ്പിച്ചല്ലാണ്. സമാധാനത്തോടെ ജീവിക്കരുത്, കൊല്ലണം ഇവനെ പറഞ്ഞിട്ട്. നിനക്ക് ഫുഡ് വേണം. ഞാന് എന്താ പറയാൻ വന്നേ? നിന്നെയൊക്കെ ഞാൻ എന്ത് ചെയ്തടാ? നിന്നെയൊക്കെ ഞാൻ എന്ത് ചെയ്ത്? എന്നെ എതിരടിക്കുന്നേ അല്ലേ? ഇവന്മാരൊക്കെ എന്നെ എതിരടിക്കുന്നേ? ഇതാവശ്യമില്ല, ഇതും ആവശ്യമില്ല, ഇത് തൽക്കാലം ആവശ്യമില്ല. സ്ട്രെങ്ത്ത് കിടക്കട്ടെ. നമുക്ക് ഫുള്ള് സെറ്റായിട്ട് മാത്രം അങ്ങോട്ടേക്ക് പോയാൽ മതി. ചിലപ്പോൾ അവിടെ വലിയ അടിയാണെങ്കിൽ പിന്നെ കുടുങ്ങിപ്പോവും. പിന്നെ ലെവൽ സിസ്റ്റം ഒന്ന് നോക്കിയാക്കട്ടെ. ലെവലിൽ മെയിനായിട്ട് സെറ്റാക്കേണ്ടി വരാം. അത് ഓക്കെ ആക്കി. എത്ര ലെവല്? 20 അല്ലേ? ഇനി നമുക്ക് കുറച്ച് മരം മുറിക്കാം. മരം ആവശ്യമുണ്ട് കുറച്ച്. മരവേ വരൂ. കുറച്ച് മരം മുറിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോവാം. അമ്മേ, നായിച്ച് വലിയ കുഴിയാണ്. ഹലോ ഗൈസ്, അത് കുറച്ച് മുമ്പ് എനിക്കൊരു കോള് വന്നതായിരുന്നു, അതാ പിന്നെ ഞാൻ ഇതായിപ്പോയത്. അപ്പം നമുക്ക് ഇത്ര ഫുഡ് മതിയാവും, അത് തന്നെ ധാരാളമായിരിക്കും കൂടുതലും. യെസ്, ധാരാളം. നമുക്ക് ഒരു ബാഗ് ഉണ്ടാക്കണം, 1-2 ബാഗ് കൂടി, എന്നാലേ സെറ്റാവുള്ളൂ. ബാഗ് ഉണ്ടാക്കാൻ ലെതർ എവിടെ? ലെതർ ഏതെങ്കിലും ബാഗിൻ്റെ അകത്തുണ്ടാവും ലെതർ. എങ്ങനെയായിരുന്നു അത് ഷിഫ്റ്റ് ആക്കുന്നത്? എങ്ങനെയോ ആക്കുമായിരുന്നല്ലോ. എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ കറക്റ്റ്, അതെനിക്ക് ഓർമ്മയില്ല എങ്ങനെയാന്ന്. അല്ലാണ്ട് എങ്ങനെയോ എടുക്കുന്ന പരിപാടിയുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തുണ്ടോ? ഇതിൻ്റെ എടാ, നിനക്കൊക്കെ എന്താടാ വയ്യേ എന്നെ വന്ന് തല്ലുന്നേ? ഓടാ, ഒരു കാര്യം തപ്പുന്ന കാണുന്നില്ലടേ.
വേറെ ലെതറൊന്നും കാണുന്നില്ല. നമുക്ക് ലെതറില്ല, ലെതർ കുറവാണ്. ബാഗ് വേണം, ബാഗ് അവിടെ. ഗൈസ് എന്നാ ഒന്ന് ക്രിയേറ്റീവ് എടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അല്ലാണ്ട് നടക്കൂല. കാരണം വീട്ടിൽ പോയി വരുത്തുന്ന വെച്ചാൽ നടക്കുന്ന പരിപാടിയല്ല. പിന്നെ ഫുഡും വേണം. ഫുഡ് എന്തായാലും എനിക്ക് കൊണ്ട് ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. പിന്നെ ലെതർ കൊടുത്താൽ മതി. ലെതറും ഇത് ഇതാക്കിയാൽ മതി. വേറെ ഒന്നും ആവശ്യമില്ല. ഇത്ര ജസ്റ്റ് ലെതറാണ് എനിക്ക് വേണ്ടത്. ലെതർ കിട്ടൂലല്ലാണ്ട്. കിട്ടുകയെന്ന് വെച്ചാൽ ഫുള്ള് തപ്പി പിടിച്ച് കൊന്ന് ഇതാക്കണം. അതിനുള്ള സമയമില്ല. കാരണം ഇന്ന് എനിക്ക് ഒരിടത്ത് പോകാനുണ്ടാവുണ്ട സംഭവം. ഞാൻ എൻ്റെ ക്രാഫ്റ്റിംഗ് ഡേ ലൂട്ടിച്ച് ഞാൻ മറന്നുപോയി ക്രിയേറ്റീവിലുള്ളതെന്ന് ആ സംഭവം. ഞാൻ ക്രിയേറ്റീവിലുള്ള കാര്യം മറന്നുപോയി. നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് 1 2 ബാഗ്. രണ്ടും വെറൈറ്റി ബാഗായിരിക്കണം. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യണ്ടേ? ഇപ്പം എങ്ങനെയാ? മറ്റേ ഡയമണ്ട് എടുക്കൂ. 1 2 3 4 5 6 കറക്റ്റാ. അപ്ഗ്രേഡ് 2 എണ്ണത്തിൻ്റെ ആവശ്യമുള്ള. അപ്പോൾ എക്സ്ട്രാ എനിക്ക് വന്നു. ഏതോ നല്ല ഉള്ളതെന്ന് നോട്ടെ. ഒന്ന് ഇതാക്കാം, ഒന്ന് ഇത് നോക്കാം. അതാ ബെറ്റർ. ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും പാതാളത്ത് കൊണ്ടുപോയിടാം ഈ ഡയമണ്ട്. ഇനി ഇത് ഏതെങ്കിലും സാധനത്തിൻ്റെ അകത്ത് പോട്ടെ. സ്ട്രിങ് ഇല്ലല്ലോ. സ്ട്രിങ് സ്ട്രിങ് വേണമായിരുന്നു. എന്നാൽ പൊളിച്ചേനെ. പ്രശ്നമില്ല. ഡയമണ്ട് കൊണ്ട് സോഡ് ഉണ്ടാക്കണം. ഇത് 32 ലെവൽ വേണം അല്ലേ? 32 എത്തൂല്ല. അല്ലെങ്കിൽ ഞാൻ നോക്കിയത് 32 എത്തൂല. ആഹാ, നീ അത്രയ്ക്കും ധൈര്യമായി നിനക്ക്? ഡാടാ വാ, നിന്നെ ഞാൻ അതിനു മുമ്പ് കുറച്ച് മുമ്പല്ല കൊന്നേ. പോയിക്കോണോ? ചത്തിക്കില്ലേ പുല്ലുകള്? ആരുടെ കളിക്കുന്നതെന്ന് ഓർമ്മയില്ല ഇവർക്കൊന്നും. അല്ല പിന്നെ നമുക്കെന്തായാലും കുറച്ച് സാധനമൊന്നും ആവശ്യമില്ല. ഈ സാധനം ഇതിൽ കിടക്കുക. ഇതിലിപ്പോൾ ഇതിലിപ്പോൾ ഇതപ്പുറത്തിലിപ്പോൾ ഇതിവിടെ പോട്ടെ. മരം നമുക്ക് ഒരു സ്റ്റാക്ക് മാത്രം വെച്ചാൽ മതി. ഡാഗറും സാധനമൊക്കെ. നമുക്ക് കത്തിയും സാധനവും ഇപ്പം നിലവിൽ ആവശ്യമില്ല. എന്തായാലും കത്തി ഇതൊക്കെ ഇരിക്കട്ടെ. ഇതിനെത്ര ഡാമേജ്? 6. ഇത് കിട്ടിയായിരുന്നെങ്കിൽ സ്വാഹമാരുടെ കഥ. ഒരു ബാഗ്
നൈസ് ട്രൈ മേ ബി. നിനക്ക് എന്താടാ, എന്താ എന്താ ഒരു ബാഗാ നടക്കൂ എടാ, ഒരു ബാഗാ നടക്കൂ. ഷിറ്റ്, അപ്പം പണിയാണല്ലോ. അപ്പം നമുക്ക് പോയി വരാം, അതേ നടക്കൂ. ജസ്റ്റ് ഞാനൊന്ന് പോയിട്ട് ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് തിരിച്ച് നമുക്ക് ഇവിടെ തന്നെ കാണാം. ഓക്കെ ഗൈസ്? അപ്പോൾ ഹലോ ഗൈസ്, ഞാനിവിടെ തിരിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ മറ്റേ എല്ലാം ഫുള്ള് ലീഡറാക്കി കാര്യങ്ങളെല്ലാം സെറ്റാക്കി വന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇവിടെ പോവാം, എന്നിട്ട് നമുക്ക് ബാക്കി സ്ഥലത്ത് പോവാം. ഇവിടെ എന്താ അല്ലേ പോർട്ടൽ, അല്ലാണ്ട് പറഞ്ഞില്ല. ആ അല്ലേ, അവിടെ തിരിക്കട്ടെ. നമുക്ക് അങ്ങ് ചാടിപ്പോവാം. ഡഞ്ചൻ ജനറേറ്റഡ്. അങ്ങനെ നമ്മൾ എന്താ പോട്ടെ, അങ്ങനെ നമ്മളൊരു ഡഞ്ചനിലേക്കാണ് നമ്മൾ എന്തോ. ഒരു സെക്കൻഡ് ഗൈസ്, ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് വരേണ്ടി വരും, കാരണം എന്തോ ഒരു ബഗ് വിളിച്ചിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് വരുന്നു. ഓക്കെ, ഞാൻ ഇപ്പം റീസ്റ്റാർട്ട് ആക്കിയിട്ട് ഫുള്ളൊന്ന് ഫോൺ നല്ല രീതിക്ക് ചൂടായതാണ്. അപ്പം ഞാൻ ഫുള്ളായിട്ടൊന്ന് റീസ്റ്റാർട്ട് ആക്കിയതാണ്. അപ്പം ഞാൻ പിന്നെ ഇപ്പോൾ എടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഡഞ്ചൻ കിട്ടി, അങ്ങനെ ലാർജ് ഡഞ്ചൻ. അപ്പോൾ നമുക്ക് ഡഞ്ചനിൽ പോയിട്ട് ഫുള്ള് എല്ലാത്തിനെയും കൊന്ന്, ബോസിനെയും കൊന്ന് നമുക്ക് നോക്കാം നമുക്ക് എന്തൊക്കെ സാധനം കിട്ടുമെന്ന്. അത് കൂടുതലും പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോ എങ്ങനെ പോലും ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്തുണ്ടാവും. കാരണം ഡഞ്ചൻ അത്രയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതാണ് ഡഞ്ചൻ അത്രയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. എന്നാൽ ചിലപ്പോൾ കൂടുതൽ ഇന്ന് നാളെ വീഡിയോ നാളെ കൂടുതലും വീഡിയോസ് ഇടാൻ ചാൻസ് ഇല്ല, കുറച്ച് ചാൻസ് കുറവാണ്. കാരണം ഇന്നും നാളെ ആയിട്ടേ നടക്കാൻ ചാൻസ് ഉള്ളൂ. കാരണം ഇപ്പം തന്നെ 8:30 9:30 നടക്കുമെന്ന് അറിഞ്ഞൂടാ. നടക്കെങ്കിൽ ഞാൻ തന്നെ എടുത്തിട്ടേ പോവുള്ളൂ. ഞാനെന്താ ഇങ്ങനെ ഇത് ഇങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്താണ് എക്സൈറ്റ്മെൻ്റ് എന്ന്. അടിയുടെ പൊടി പൂര അതിൻ്റെ അടി പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇതെന്തായാലും എന്താണോ എന്താ, ഇത് ഭയങ്കര ടൈം എടുക്കും ഇത് ലോഡാവാൻ. ലോഡിങ് ഭയങ്കര ഇതില്ല. 120 കിട്ടുന്നില്ല, 120 കിട്ടുന്നുണ്ട്. ഫ്രെയിം റേറ്റ് എല്ലാം ഓക്കെയാണ്. നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഗെയിം വിഷ്വൽ അത് ആവശ്യമില്ല. ബൈപ്പാസ് ചാർജ് നടക്കൂല. ഓഫ് പ്ലേ ആട്ടോ പ്ലേ അറിയില്ല. ലോഡാവുന്നുണ്ട്, ഇപ്പം എന്തായാലും വരും. ആകെ നമ്മുടെ കയ്യിൽ ഡയമണ്ടിൻ്റെ സോഡ് മാത്രമേ ഉള്ളൂ. ഞാൻ പോർഷൻസ് എടുത്തിട്ട് എന്തായാലും നമുക്ക് ഇനി അടുത്ത എന്തായാലും നമുക്ക് നെതറിലൊന്ന് പോകണം. നെതറിൽ പോയിട്ട് കുറച്ച് പരിപാടി ചെയ്യാണ്ട്. ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡ് കഴിഞ്ഞാൽ, നമ്മുടെ എപ്പിസോഡ് 7 കഴിഞ്ഞാൽ, ഇന്നലെ ഇട്ടേക്കുന്ന 6 7 കഴിഞ്ഞാൽ ഞാൻ അടുത്ത ഇതാക്കും. എന്താടാ ഒരു ജനറേറ്റ് ആവാനുള്ള സമയം. ഇതാണ് ഇതിൻ്റെ ഗുണം ഈ കത്തിൻ്റെ. നമുക്കിതിൻ്റെ മണ്ടയ്ക്ക് അങ്ങ് പോയപ്പോൾ അമ്മേ കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. ഇതെങ്ങോട്ടൊക്കെയാണോ പോന്നേ? പറന്ന് കളിക്കുന്ന
അകത്തുകൂടി പോകണോ അതോ അല്ലാണ്ട് മുകളിൽ കൂടെ പോകണോ? വേണ്ട, നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ അല്ലേ, അകത്തുകൂടി തന്നെ പോവാം. അകത്തുകൂടി കയറി അടിച്ച് നിരത്തിയിട്ട് വരാം, അതാ ബെറ്റർ. അതായിരുന്നു വഴി, നമുക്ക് പറക്കാം. കൂമ്പി എന്താ ഇങ്ങനെയൊക്കെ തിരിഞ്ഞൊക്കെ പോന്നേ? ആർക്കറിയാം, അത് മര്യാദക്കൊന്നും നടക്കൂല. അതെങ്കിലും ചെറിയ എന്തെങ്കിലും ബഗ്ഗായിരിക്കും. എവിടെ എൻട്രൻസ്? എവിടെ എൻട്രൻസ്? വാ കിടക്കുന്നു. നമുക്കിവിടെ എന്തായാലും ഒരു ബെഡ് വെക്കാം. സേഫ്റ്റി ഫസ്റ്റ് മിസ്റ്റർ. സ്പോണ്ടർ വാസ് ആക്റ്റീവ്. നിന്നെ എല്ലാത്തിനും ഞാൻ കൊന്നു മടുത്തില്ല. വാ മക്കള് ഇതിനെല്ലാം ഞാൻ കൊന്നു സത്യം പറഞ്ഞ മടുത്തു. അത്രേ ഉള്ളൂ, സിമ്പിൾ. സോഡ എന്തായാലും എടുത്ത് കയ്യിൽ വെക്കാം. ഇത് ആവശ്യമില്ല, മഡ് ആവശ്യമില്ല. ഡാഗർ എന്തായാലും കയ്യിലിരിക്കട്ടെ. എടുത്ത് കയ്യിൽ വെക്കാം. നമുക്ക് എപ്പോഴാവശ്യം വരെ ഒന്ന് പറയാൻ പറ്റൂല. ഇവിടെ ഒരുത്തനുണ്ടാവുമല്ലോ. യെസ്, ഇതുണ്ടല്ലോ. അപ്പൊ നമുക്ക് കൂടുതൽ നേരത്തിൽ പോകേണ്ട ആവശ്യം വരില്ല. എന്താ കൊല്ലുവോ നീ എന്നെ? നിന്നെ നിന്റെ അപ്പൂപ്പൻ എല്ലാത്തിനെയും തട്ടിയിട്ടുള്ളവനാണ് ഈ നിഹാലി. അല്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് പോകും. നമുക്ക് ഈ സാധനം എടുത്ത് നമ്മുടെ ബാഗിൽ വെക്കാം. കാരണം അത് കുറച്ച് ആവശ്യമുള്ള സാധനം. ഇവിടെ വെച്ചത് നമുക്ക് നമ്മുടെ ബാഗ് ഒന്ന് ക്ലിയർ ആക്കാം. കുറച്ചങ്ങോട്ട് ക്ലിയർ ആവട്ടെ ബാഗ്. വേറെ അത് പിന്നെ വേറെ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ഇത് തിരിച്ച് വെക്കുക. വേറൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ബാഗ് തിരിച്ചേക്കണം. കാരണം കുറേ സാധനമുണ്ട് എടുക്കാൻ. ഇവിടെ മെയിനായിട്ട് ലൂട്ട് തന്നെ, ലൂട്ട്. ഈ സ്ഥലം സത്യം പറഞ്ഞൊരു ലൂട്ടിങ് സെൻ്ററാണ്. കാരണം അത്രയ്ക്ക് സാധനങ്ങൾ ഇവിടെ വരിക. ആവശ്യമില്ലാത്ത കത്തിയും സാധനങ്ങൾ ഇതിലെടുത്ത് വെക്കാം. വെറുതെ കൊണ്ടിറക്കുന്നിട്ട് ആവശ്യമില്ലാണ്ട്. നമുക്ക് താഴത്തേക്ക് ഫസ്റ്റ് പോകണ്ട, നമുക്ക് മുകളിൽ ഫസ്റ്റ് പോകാം. മുകളിൽ പോയി കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യാനുണ്ടാവും കുറേ. താഴെയും ഫൈറ്റിങ് ആണ്. എന്താ കൊല്ലു അങ്ങ്. വാ. അല്ല, ഇവരെന്താ ജയിലിൻ്റെ അകത്തായി പോയത്? ആരാണ് ഇതുണ്ടാക്കിയേ? ഇത് വലിയ കാര്യമില്ല. നമ്മുടെ ഫുഡും കുറഞ്ഞു ഒരട്ടിക്ക്.
നമുക്ക് ഇത് കിട്ടിക്കുന്നത് ആക്റ്റീവ് ചെയ്യട്ടെ. ഇതിൽ ഇത് ഈ ബോങ് എടുത്തേക്കാം. വെള്ളം അങ്ങ് കുടിച്ചേക്കാം. വെള്ളം കുടിച്ചിട്ട് അതുപോലെ തന്നെ തിരിച്ചേക്കാം. പിന്നെ വെള്ളം കുടിക്കാൻ പോകണ്ടല്ലോ. എന്നാ കത്തി തിരിച്ച് സ്പോണർ വാ. വാടാ. ഇവരെയൊക്കെ കൊല്ലാൻ സിമ്പിളാ സത്യം പറഞ്ഞ. അത്രേ ഉള്ളൂ തല്ലാന്. ഇവിടെ എന്താ ഉള്ളത്? ഇവിടുന്ന് ലൂട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഞാൻ റിച്ച് ആകും. റിച്ച് ഒന്നും വലിയ താരമൊന്നും ഉണ്ടാവില്ല. ഉള്ള ആക്രയൊക്കെ ഉണ്ടാവുള്ളൂ. പോകുമ്പോ അതോ പൊട്ടിയേ? എന്തോ എൻ്റെ ശീലം കണ്ടല്ലേ പൊട്ടിയേ? ബോർഡിങ് കറ്റ് കിട്ടി നമുക്ക്. ഡയറക്റ്റ് ബോർഡിങ് കറ്റ്. എൻ്റെ ചെസ്റ്റും സാധനമൊക്കെ പൊട്ടാനായി. ആ സംഭവം എന്തോ സൗണ്ട് കേട്ട ടാക്ക് എന്നും പറഞ്ഞിട്ട്. ഇതെല്ലാം പോട്ടെ. കേറിപ്പോട്ടെ. ഇതിലെല്ലാം പോയിട്ട് ഡയമണ്ട് നമ്മൾ എടുത്തിക്കില്ലല്ലോ. വീട്ടിൽ ഡയമണ്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ക്രിയേറ്റീവ് എടുത്ത് ഡയമണ്ട് എടുക്കുന്നു. അല്ലാണ്ട് എന്നെ കൂടെ നടക്കൂല. കാരണം ലാസ്റ്റ് ഇതായിട്ട് വെറുതെ ചവിട്ട് കൊള്ളുന്ന അവസ്ഥയായിരുന്നു ലാസ്റ്റ്. ഞാൻ അതുകൊണ്ട് സോറി. ക്രിയേറ്റീവ് എടുത്ത് ഡയമണ്ട് എടുക്കുന്നതിന് വീട്ടിലുണ്ട് ഡയമണ്ട്, അതുകൊണ്ടാണ്. കാരണം വീട്ടിലുള്ള സാധനം പിന്നെ നമുക്ക് ഇതാക്കാൻ പറ്റില്ല. അത്രയും ദൂരം പോയി എടുക്കാനുള്ള മടി കാരണം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പോയിട്ട് ചടപടാന്നും പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടാവും. ഈ സാധനം പിന്നെ നമുക്ക് ലോഡ് ഔട്ടിലേക്ക് ഇത് കയറി അത് തന്നെ. ഡയമണ്ട് ഇവിടെ എടുത്ത് വെക്ക്, ഇതിവിടെ എടുത്ത് വെക്ക്. വുഡൊന്നും ആവശ്യമില്ല തൽക്കാലം. കത്തി കിടക്കട്ടെ. പോർഷൻസ് ഈ സാധനം അവിടെ ഇരിക്കട്ടെ. വാ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പിടിച്ചു കയറാം. ഇവിടെ കുട്ടിയാ. കുട്ടി എന്താ കുട്ടി? കുറേ ആയല്ല കണ്ടിട്ട് കുട്ടി. അല്ല ഇന്ന് എന്താ ആദ്യം സ്നൈപ്പറിനെ കൊള്ളാം, എന്നാലേ കാര്യമുള്ളൂ. കാരണം സ്നൈപ്പർ കിടത്തി അടിക്കുക. എടാ എല്ലാത്തിനെയും ചവിട്ടിയ നിരത്തുന്നു. പിന്നെ നീയൊക്കെ എന്തിനടാ വരുന്ന എൻ്റെ അടുത്ത്? അല്ല ഇത്രയേ ഉള്ളൂ തല്ലാൻ യോഗന്മാരെ. എന്നിട്ട് യോഗന്മാർ എന്ന് പറഞ്ഞിട്ട് വരും. ഇവരുടെ ജാട അങ്ങ് സഹിച്ചൂടാത്ത. എടുത്ത് എറിയാൻ തോന്നും ജാട കാണുമ്പോൾ. വാ കുഞ്ഞിപ്പാട്ടാളുകള്.
നിന്നെ കൊല്ലുന്നാണ്. പോടാ പോടാ പോടാ. ഇവിടെ നിന്ന് നമുക്ക് ലെവല് നല്ല സെറ്റാ കിട്ടുക. ഓ ഇതിൽ വേറെ ഉപകാരമുള്ള സാധനമൊന്നുമല്ല. ഇതിൻ്റെ മുകളിൽ എന്താ ഉള്ളത്? അമ്പോ ജസ്റ്റ് മിസ്. എന്തോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. അമ്മമാര് ചവിട്ടി താഴെ ഇടുന്നത് സഹിച്ചൂടാത്ത. അങ്ങ് ചവിട്ടി അങ്ങ് താഴെ ഇടുന്നു. അമ്മമാര് കത്തു. ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? വലിയ ആവശ്യമുള്ള സാധനമൊന്നുമില്ല. ഇതെല്ലാം തൽക്കാലം കെട്ടി കൊടുക്കുന്നു. ഞാൻ പിന്നെ തിരിച്ച് വന്നിട്ട് എടുക്കാം നമുക്ക്. ഈ ബോക്സും ഓർത്താൽ പോരെ. ഈ ബോക്സ് നമുക്ക് വന്നെടുക്കണം ഏറ്റവും മുകളിലത്തെ. നമുക്കിപ്പോൾ തിരിച്ച് താഴത്തേക്ക് പോയിട്ട് തല്ലു തുടങ്ങാം. ഇവനെവിടുന്ന സ്പോണായേ? വയ്യവന്. നമുക്കിനി ഡൗൺ ആണ്. എങ്ങനെടാ എവിടെ നിന്ന് സ്പോണാ വന്നേ? ഓ ഇതിൻ്റെ അടിയിലല്ലേ. അത് ആദ്യം സ്പോൺ ആയിക്കില്ലായിരുന്നു തോന്നുന്നു വരേക്ക്. ഇവന്മാരെ അടിക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് മതി. വെയിറ്റ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല.